നമസ്കാരം. ജനപ്രിയത കൊണ്ട് കേരളക്കരയെ കയ്യിലെടുത്ത ഉമ്മൻചാണ്ടിയുടെ യഥാർത്ഥ രാഷ്ട്രീയ പിൻഗാമി ആര് എന്ന തർക്കം കോൺഗ്രസിൽ നടന്നിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഷാഫി പറമ്പിലായിരുന്നു ഉമ്മൻചാണ്ടിയുടെ പിൻഗാമി എന്നാണ് ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ അവകാശപ്പെട്ടത്. എന്നാൽ അങ്ങനെയല്ല. അധ്വാനം കൊണ്ടും പൈതൃകം കൊണ്ടും താൻ തന്നെയാണ് അതിന് സർവ്വതാ യോഗ്യനെന്ന് തെളിയിക്കുകയാണ് പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മൻ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ പ്രചരണത്തിൽ 3000-ഓളം വീടുകൾ കയറിയ ചാണ്ടി ഉമ്മൻ താരമായിരുന്നു. പല യുവതാരങ്ങളും റീൽസിന് പിന്നാലെ പോയപ്പോഴാണ് ചാണ്ടി വ്യത്യസ്ത വഴി തിരഞ്ഞെടുത്തത്. കാടും മലയും ചാണ്ടി ചാടി പ്രചാരണം കൊഴുപ്പിച്ച് കയ്യടി നേടി. ഇതിന് പിന്നാലെ കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീണ് ബിന്ദു എന്ന വീട്ടമ്മ മരിച്ചപ്പോൾ അവിടെ നടത്തിയ ഇടപെടലും ശ്രദ്ധേയമായി. ഇതോടെ പലരും ചാണ്ടിയിൽ കുഞ്ഞുഞ്ഞിനെ കണ്ടുവെന്ന് പറഞ്ഞു തുടങ്ങി. ഇപ്പോഴിതാ ചാണ്ടിയുടെ ഇടപെടലുകളെ പുകഴ്ത്തി രംഗത്ത് വന്നിരിക്കുകയാണ് സഹോദരിയായ ഡോക്ടർ മറിയ ഉമ്മൻ. ഉമ്മൻചാണ്ടിയിൽ അപ്പയെ കണ്ടുവെന്നാണ് മറിയ ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. അപ്പ പോയിരിക്കാം, പക്ഷേ അദ്ദേഹത്തിൻ്റെ ആത്മാവ് നിങ്ങളിലൂടെ ജീവിക്കുന്നുവെന്ന് ഓർമ്മപ്പെടുത്തുന്നുവെന്ന് മറിയ ഫേസ്ബുക്കിൽ കുറിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് ദുരന്തവേളയിലെ ഇടപെടലുകൾ ചൂണ്ടിക്കാട്ടിയാണ് മറിയയുടെ കുറിപ്പ്. ചാണ്ടിയുടെ ഇടപെടൽ കൊണ്ടാണ് ഈ സംഭവത്തിൻ്റെ ഗതി മാറിയതെന്നും അവർ ഫേസ്ബുക്ക് കുറിപ്പിൽ ചൂണ്ടിക്കാട്ടി. ഡോക്ടർ മറിയ ഉമ്മൻ കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ്: ചില ഇടപെടലുകൾ ഒരു സാഹചര്യത്തിൻ്റെ ഗതി മാറ്റുക മാത്രമല്ല, ആ കളിയുടെ നിയമങ്ങൾ അപ്പാടെ പൊളിച്ചെഴുതുകയും ചെയ്യുന്നു. കോട്ടയം മെഡിക്കൽ കോളേജ് ദുരന്തവേളയിൽ നമ്മൾ കണ്ടത് വെറും ഒരു പ്രതികരണമായിരുന്നില്ല, മറിച്ച് അതൊരു പ്രതിഫലനമായിരുന്നു. അപ്പയെ നിങ്ങളിൽ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. അപ്പയുടെ അതേ സഹാനുഭൂതിയും അടിയന്തര ഇടപെടലും കണ്ടു. ഇത് രാഷ്ട്രീയമല്ല, വ്യക്തിപരമായിരുന്നു. നിങ്ങൾ വഹിക്കുന്നത് വെറും ഒരു പൈതൃകമല്ല, അത് ആഴമേറിയ ഒന്നാണ്. ആത്മാർത്ഥതയുടെ തീപ്പൊരി, പാരമ്പര്യമായി ലഭിക്കാത്ത ഒരു ഗുണം. ഞങ്ങൾക്ക് അഭിമാനകരവും വികാരഭരിതവുമാണ്. എല്ലാറ്റിനും അപ്പുറം അപ്പ പോയിരിക്കാം, പക്ഷേ അദ്ദേഹത്തിൻ്റെ ആത്മാവ് നിങ്ങളിലൂടെ ജീവിക്കുന്നുവെന്ന് ഓർമ്മപ്പെടുത്തുന്നു എന്നാണ് കുറിപ്പ്. മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീണപ്പോൾ സ്ഥലത്ത് പാഞ്ഞെത്തിയ ചാണ്ടിയുടെ ഇടപെടൽ മൂലമാണ് തിരച്ചിലടക്കം തുടങ്ങിയത്. കോളേജിലെ കെട്ടിടം തകർന്നു വീണ അപകടത്തിന് പിന്നാലെ വാർഡിലെ രോഗികൾ നേരിടുന്ന ദയനീയ അവസ്ഥ തുറന്നുകാട്ടിയ ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ കേരളത്തിന്റെ ആരോഗ്യ മേഖലയെക്കുറിച്ച് ഇതുവരെ നടത്തിയ പാടിപ്പുകഴ്ത്തലുകൾ പൊള്ളയാണെന്ന് തെളിഞ്ഞു. രോഗികളുടെ സ്വകാര്യതയുടെ പേരിൽ ഇതുവരെ പുറംലോകത്തു നിന്നും മറച്ചുപിടിച്ച ഭയാനകമായ ദയനീയ അവസ്ഥയാണ് ആ ദൃശ്യങ്ങളിലൂടെ പുറത്തു വന്നത്. ഇതിന് വഴിവെച്ചതാകട്ടെ ചാണ്ടി ഉമ്മൻ MLAയുടെ അതിവേഗ ഇടപെടലായിരുന്നു. ഒരു മെഡിക്കൽ കോളേജിന് താങ്ങാൻ കഴിയുന്നതിൻ്റെ 10 ഇരട്ടി രോഗികളെത്തുന്നു. അതിനുള്ള സൗകര്യങ്ങളില്ല. ഇതോടെ ചികിത്സ തേടിയെത്തുന്ന രോഗികൾക്ക് മതിയായ ചികിത്സ നൽകാൻ കഴിയാറുമില്ല. എന്നാൽ വാർഡുകളിലെ രോഗികൾ നേരിടുന്ന ഭയാനകമായ സംഭവം പുറലോകം കാണാറില്ല. ഈ ഭയാനക ദൃശ്യം പുറലോകത്തിന് യഥാർത്ഥത്തിൽ കാണിച്ചു കൊടുത്ത സംഭവമാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം ഇടിഞ്ഞു വീണ സംഭവം. ഈ യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരാൻ കാരണമായതാകട്ടെ ചാണ്ടി ഉമ്മൻ MLA നടത്തിയ ഇടപെടലാണ്. ആശുപത്രിയിലെ ഭയാനകമായ ദൃശ്യം ചാണ്ടി ഉമ്മൻ ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുത്തു. ഒരു വാർഡിലേക്ക് കയറി ഒരു രോഗിയുടെ ദൃശ്യം ചാണ്ടി ഉമ്മൻ കാണിച്ചു കൊടുത്തു. ആ രോഗിക്ക് എണ്ണീറ്റ് നടക്കാൻ വയ്യ. വൃത്തിഹീനമായ സാഹചര്യത്തിൽ രോഗബാധിതനായി കിടക്കുന്നു. രോഗിയുടെ കാൽ പൊടി പിടിച്ച് കിടക്കുകയാണ്. ഭയാനകമായ വിധത്തിൽ അണുബാധ ഉണ്ടായേക്കാവുന്ന സാഹചര്യം. ഈ രോഗിയെ കിടത്തിയിരിക്കുന്ന സ്ഥലമാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ചാണ്ടി ഉമ്മൻ കാണിച്ചു കൊടുത്തത്. ഒരു കൂട്ടിരിപ്പുകാരൻ പോലുമില്ല. ഈ ദയനീയമായ ദൃശ്യങ്ങൾ കണ്ട മാധ്യമപ്രവർത്തകർ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. ആശുപത്രിയിലെ ചെറിയ കെട്ടിടങ്ങളിൽ നിരത്തിയിട്ടിരിക്കുന്ന ഓരോ ചെറിയ കട്ടിലുകളിൽ 2 രോഗികൾ വീതമാണ് ഉള്ളത്. കട്ടിലിന് താഴെയും രോഗികൾ, സമീപത്ത് കൂട്ടിരിപ്പുകാർ. ടോയ്ലറ്റിൽ നിന്നുള്ള ദുർഗന്ധം കാരണം മൂക്കുപൊത്തിയാണ് ഇതിനുള്ളിൽ കഴിയുന്നത്. മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരും നഴ്സുമാരും മറ്റേത് സ്വകാര്യ ആശുപത്രികളിലെ ആരോഗ്യ പ്രവർത്തകരെക്കാൾ മികച്ചവരാണ്. ഇവർ ഇവരുടെ ഡ്യൂട്ടികൾ ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യുന്നവരുമാണ്. എന്നാൽ ശുചീകരണ ജോലികളടക്കം ചെയ്യേണ്ട ജീവനക്കാർ യൂണിയൻകാരാണ്. ഇവരെ കൊണ്ട് ജോലി ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് കഴിയാറില്ല. ഇതാണ് ആശുപത്രികളിലെ ദയനീയ സാഹചര്യങ്ങൾക്ക് കാരണമെന്ന ആരോപണമുണ്ട്. സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ദയനീയ അവസ്ഥ പുറലോകം അറിഞ്ഞത് പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മൻ്റെ ഇടപെടലാണ്. മെഡിക്കൽ കോളേജിലെ അപകടം നടന്ന് ഏറ്റവും ആദ്യം സംഭവസ്ഥലത്തെത്തി അതിവേഗ ഇടപെടൽ നടത്തിയവരിൽ ഒരാൾ ചാണ്ടി ഉമ്മനായിരുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF-നായി വീട് കയറിയുള്ള ചാണ്ടി ഉമ്മൻ്റെ പ്രചരണം വലിയ തരംഗമായി മാറിയതിന് പിന്നാലെയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിലെ പുതുപ്പള്ളി MLAയുടെ സത്വര ഇടപെടലും ശ്രദ്ധേയമാകുന്നത്. അപകടം നടന്ന സമയം മുതൽ രാത്രി വൈകുവോളം ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ചുമതലകൾ ഏറ്റെടുത്തുള്ള ചാണ്ടി ഉമ്മൻ്റെ പ്രവർത്തനം വലിയ മതിപ്പാണ് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്.